പഠിപ്പിച്ചതാരാ? സ്കൂളെ മാഷല്ല, അംഗനവാടിയിലെ ടീച്ചറല്ല. എന്താ അക്ഷരം? 3 മാസം പ്രായമുള്ളൊരു കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് അമ്മ താരാട്ട് പാടുക. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച് കാത് കുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാത് കുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. പാട്ടുപാടുമ്പോ കുട്ടി അമ്മേന്റെ മുഖത്ത് നോക്കുക. കുട്ടിക്കറിയോ കൈതോലി എന്താ, അമ്മാവനാരാ, കാതുകുത്തൽ എന്താന്ന്? കുട്ടി നോക്കുമ്പോ അമ്മ ചുണ്ടുപൂട്ടി തുറന്നിട്ട് ഒരു ഒച്ചയുണ്ടാക്കുന്നുണ്ട്. കുട്ടിക്ക് എന്തല്ലോ അമ്മയോട് പറയാനുണ്ട്. കുട്ടി അമ്മയെ അനുകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അമ്മ ചുണ്ടുപൂട്ടും പോലെ കുട്ടിയും ചുണ്ടുപൂട്ടി തുറന്നിട്ടൊരു ഒച്ചയുണ്ടാക്കുന്നു. ചുണ്ടുപൂട്ടി തുറന്നാ കിട്ടുന്ന അക്ഷരം എന്താ? അമ്മ. അതമ്മ, ഉമ്മ, മമ്മി, മദർ, മാതാ, മാം. മായില്ലാത്ത അമ്മയില്ല മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി ഉമ്മ. പിന്നെയാണ് ഒരു മീശക്കാരൻ വന്നിട്ട് കുട്ടീനെ എടുക്കും. മൂക്കുന്ന് വലിക്കുന്നുണ്ടോ വയറ്റുന്ന് പോകുന്നുണ്ടെങ്കിൽ എടുക്കൂല. അല്ലെങ്കിൽ അന്നേരമല്ല പെണ്ണുങ്ങൾക്ക് അല്ലേ, നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കിയ ആണുങ്ങൾ എടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഈ മീശക്കാരൻ വർത്തമാനം പറയുമ്പോ മനസ്സിലാക്കിയത് ചുണ്ട് പൂട്ടി തുറക്കല് മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണകളെ കളിക്കുന്നുണ്ട്. കുട്ടീന്റെ നാവും അണ്ണാക്ക് പറ്റിച്ചിട്ട് ഈ മീശക്കാരനെ വിളിക്കും. നാവ് അണ്ണാക്ക് പറ്റിച്ചാ കിട്ടുന്ന അക്ഷരം തച്ച, അത് മനസ്സിലായോ? ഉമ്മ, അച്ഛൻ എന്നെല്ലാം ശബ്ദത്തിൽ അക്ഷരം ഉച്ചരിച്ച് വർത്തമാനം പറയാൻ പഠിക്കാത്ത ഏതെങ്കിലും കുട്ടി അംഗനവാടി പോയിട്ടുണ്ടോ, LKG പോയിട്ടുണ്ടോ, 1ാം ക്ലാസ് പോയിട്ടുണ്ടോ? ഈ വർത്തമാന അക്ഷരല്ലേ? ഈ വർത്തമാന അക്ഷരമാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളത്. കുടുംബത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഖരിയാണ്, നാദമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിന്റെ ബേസ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോ? പഠിക്കണം. മനഃശാസ്ത്രപരമായി കണ്ടെത്തിയത് നിങ്ങളുടെ കുടുംബത്തിന്റെ നാദമാണ്, നിങ്ങളുടെ കുടുംബത്തിലെ വർത്തമാനത്തിന്റെ താളമാണ് നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. ചില ആൾ പറയും അച്ഛനും അമ്മയെല്ലാം നല്ല സ്വഭാവ, ചെക്കനെന്താ ഇങ്ങനെയായിപ്പോയി. ചെക്കന് തോന്നിയാസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന നാദം ഒരു പ്രധാന ഘടകം. നാദത്തിന് അർത്ഥമുണ്ട്, നാദത്തിന് അർത്ഥമുണ്ട്. ധ്യാനം എന്ന വാക്കുച്ചരിക്കുമ്പോ രാഘവ മാഷ കൈമല്, സംവിധായകൻ രാഘവ മാഷ കൈവ് കിട്ടുമ്പോ ധ്യാനം എന്ന് ഉച്ചരിക്കില്ല. ധ്യാനലീനമീരിപ്പു ധ്യാനലീനമീരിപ്പു എന്നാണ്. ശ്യാമസുന്ദര പുഷ്പമേ എന്ന പാട്ടില് ധ്യാനലീനം. ആ ഒച്ച കേൾക്കുമ്പോ തന്നെ അത് ധ്യാനാണ്. ആ വാക്കിന്റെ അർത്ഥം അറിയാത്തവനും തോന്നും ഇത് ധ്യാനമാണ്. പാതി പൂട്ടിയ കണ്ണാണ് ധ്യാനത്തിന്റെ അവസ്ഥ. ആ പാതി പൂട്ടിയ കണ്ണിന് സംസ്കൃതത്തിൽ പറയ അർദ്ധനിമീലിതം. ആ വാക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കയ്യിൽ കിട്ടുമ്പോ അത് അർദ്ധനിമീലിതം എന്നല്ല ഉച്ചരിക്കുക, അർദ്ധനിമീലിത. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത. അർദ്ധനിമീലിതം ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവും. അക്കരെ എന്ന വാക്കുച്ചരിക്കേണ്ടത് അക്കരെ എന്നല്ല, അക്കരെ എന്നാണ്. സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. തോണിക്കാരനെ വിളിക്കുന്ന ശബ്ദത്തിലാ ദേവരാജ മാഷ് അക്കരയെ ചിട്ടപ്പെടുത്തിയത്. ഓരോ വാക്കിനും ഒരു ശബ്ദമുണ്ട്. നിങ്ങൾ സ്കൂളും വിട്ടിട്ട് കുട്ടികൾ വന്നാല് നിങ്ങളെ വിളിക്കുക, അമ്മേന്ന് വിളിച്ചു, നിങ്ങൾ ചെവി കൊടുക്കല്ല, ഒന്നും പ്രതികരിക്കണ്ട. രണ്ടാമതും വിളിക്കും, മൂന്നാമതും വിളിക്കും. ഈ വിളിയല്ല ഒരേപോലെ ആയിരിക്കും. അമ്മേ 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 എന്നല്ല വിളിക്കുക. അമ്മേന്ന് വിളിച്ചിട്ട് ആദ്യം കേട്ടിട്ടില്ലേ ആ അമ്മേ അല്ലേ, അമ്മേ അമ്മേ മാറി മാറി വരുന്നില്ലേ. ഇതിനെല്ലാം ഓരോ വികാരമുണ്ട്. ഈ നാദത്തിൽ അക്ഷരം പഠിപ്പിച്ചത് നിങ്ങളാണ്. മാഷന്മാർ വട്ടത്തിൽ ടാ ഠാ അക്ഷരത്തിന്റെ ചിത്രം വരച്ചു കൊടുക്കുക അല്ലെ. വട്ടത്തിൽ ടാ ഠാ, പകുതിമായി ചാറാ, ഉള്ളുക്കൂട്ടിയ രാ, ഉന്തിക്കറ്റിയ എന്നെല്ലാം പറഞ്ഞിട്ട് സൂത്രത്തില് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഈ ചിത്രം ഉണ്ടല്ലോ, അതിന് രാവിലെ എന്ന് എഴുതിയാൽ 6 മണിക്കും 8 മണിക്കും 10 മണിക്കും രാവിലെയാ. അമ്മ പഠിപ്പിച്ച അക്ഷരത്തിൽ രാവിലെ എന്ന് പറഞ്ഞാലോ 6 മണിക്ക് മുമ്പാ. മാഷക്ക് എഴുതി പഠിപ്പിക്കാനാവോ? രാവിലെ എന്ന് എഴുതി പഠിപ്പിക്കാനാവോ? ഞാൻ ഒരു സ്കൂളിൽ നിന്ന് ചോദിച്ചു കുട്ടികളോട്, രാവിലെ എന്ന് എഴുതാനാവോ? 3ാം ക്ലാസ് പഠിക്കുന്ന വിനീത് എന്ന് പറയുന്ന കുഞ്ഞുമോൻ നോട്ട് ബുക്കും കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ രാവിലെ എന്ന് എഴുതിയിട്ട് കടലാസ് കീറിപ്പോയി. അമർത്തി എഴുതി. ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. ഈ നാദത്തിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആരംഭിക്കുന്നത്.
ഈ നാദത്തിന്റെ താളം രൂപപ്പെടുന്നത് അങ്ങനെയാ. ഇന്ന് ചെറുപ്പക്കാർക്കല്ല ദേഷ്യം വരുന്നു, അല്ലാണ്ടല്ലേ ടെമ്പർമെന്റ് കൂടുതലാ. എന്താ കാരണം? എന്തുകൊണ്ട് ചെറുപ്പക്കാർ ഏതെങ്കിലും കുട്ടി തോന്നിയാസിയായിട്ട് ജനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളെല്ലാം ദൈവം തന്നതല്ലേ? ദൈവം തന്ന കുട്ടിയാകുമ്പോ ചെകുത്താന്റെ ഗുണം തരുവോ? കലീന്റെ ഗുണം തരുവോ? എല്ലാ കുട്ടികളും നാരായണ ഗുരുദേവന്റെ ഒരു വചനം കടമെടുത്താം. മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ആയിട്ട് ജനിക്കുന്നു. കൃഷ്ണനായി അവതരിച്ച ഭഗവാനാവട്ടെ, കർത്താവിന്റെ പുത്രനായ യേശുദേവനാവട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബിത്തങ്ങളാവട്ടെ, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഉണ്ണിക്കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തുനബിയായിട്ടുമാണ്. എല്ലാ കുട്ടിയും ജനിക്കുന്നത് സർഗാത്മകതയും പ്രതിഭയും കൊണ്ടാണ്. നിങ്ങളുടെ മക്കൾ ജനിക്കുമ്പോൾ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഒരു കുട്ടിയും നിവർത്തിപ്പിടിച്ച കയ്യുമായി ജനിക്കുന്നില്ല, ചുരുട്ടിപ്പിടിച്ച കയ്യുമായിട്ടാ ജനിക്കുന്നല്ലേ? അപ്പൊ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? ഇതൊരു പ്രതീകമാ. എന്താ പ്രതീകം? ഒന്നിന് പകരം മറ്റൊന്ന് കാണിക്കുന്നതിനല്ലേ പ്രതീകം എന്ന് പറയാ. ചുരുട്ടിപ്പിടിച്ച കൈകൾ കുട്ടി ജനിക്കുമ്പോ കൊണ്ടുവന്നത് പ്രതിഭയാണെന്ന് വിചാരിക്കുക. അവൻ ജനിച്ച ഉടനെ നിലവിളിക്കുന്നത് എന്തിനാ? കരയുന്നില്ലേ? കരയുന്ന കണ്ടിട്ട് ആരെങ്കിലും കരയാറുണ്ടോ? നമുക്ക് അവന്റെ ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കരയുന്നു. അവൻ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? അച്ഛാ, അമ്മേ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരക്കാനും കവിത എഴുതാനുള്ള വെല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആരുവാങ്ങും ഇന്നാരാമത്തിന്റെ രോമാഞ്ചം. ആർക്കാണിത് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ പണി അത് ഏറ്റുവാങ്ങല. നമ്മുടെ കുടുംബത്തിന്റെ പണി അത് വാങ്ങല, അവന് കൊടുക്കലല്ല. ഈ കുട്ടി ദൈവത്തിന്റെ കുട്ടി. പിന്നെ വൃത്തികെട്ടവനായതിന് ഉത്തരവാദി ആരാ? സ്കൂളെ മാഷ. 6 മണിക്കൂറാ സ്കൂളിൽ ഇരിക്കുന്നത്, 18 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലാ. നിങ്ങളാണോ മാഷാണോ ഉത്തരവാദി? ഊണിലും ഉറക്കലും നിങ്ങളുടെ കൂടെയല്ലേ? അവിടെ അവന് കൊടുക്കേണ്ടത് എന്താ കൊടുത്തത്? നിങ്ങൾ ഭക്ഷണം കൊടുത്തു ശരീരത്തിന് വേണ്ടി. ശരീരത്തെ പോറ്റാനാണെങ്കിൽ നിങ്ങൾ പശുവിനെ പോറ്റിക്കോ, കറന്നു വിൽക്കാലോ. മക്കളൊക്കെ കറന്നു വിൽക്കാൻ പറ്റുമോ? ആട്ടിനെ പോറ്റിയ ഇറച്ചി വിൽക്കാ, കോഴീനെ പോറ്റിയാ മുട്ട വിൽക്കാ. നിങ്ങളെ മക്കള് മുട്ടയിടുവോ? ഇല്ല. പിന്നെ എന്തെന്നാ നിങ്ങൾ പോറ്റുന്ന? ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒരുക്കി കൊടുത്താൽ എല്ലാമായി എന്ന ധാരണ വേണ്ട. അവന്റെ ഉള്ള്, അവന്റെ മനസ്സു വളർത്താൻ നിങ്ങൾ എന്തു ചെയ്തു? അവന്റെ ഹൃദയം വളർത്താൻ എന്തു ചെയ്തു? ആർദ്രത വളർത്താൻ എന്തു ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കുടുംബ സദസ്സ്. നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടി? എത്ര അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടല്ലേ മക്കൾക്ക് വേണ്ടി. ഭാര്യ ഗർഭിണിയാന്നറിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഭർത്താവ് കുറിക്ക് പോയി ചേരും. കാരണം ഇവൻ 18, 19, 20 വയസ്സാവുമ്പോഴേക്ക് ഓനെ കോളേജിൽ ചേർക്കേണ്ട പൈസ, MBBSന് ചേർക്കേണ്ട പൈസ, പെണ്ണാണെങ്കിൽ സ്വർണം വാങ്ങേണ്ട പൈസ, ഇപ്പോഴേ കുറിന്റെ അടവ് തുടങ്ങണം, എന്നാലേ അപ്പോഴേക്ക് പൈസ കിട്ടും. പണം കൂട്ടിവെക്കുന്നു. പക്ഷേ ഇതൊന്നും വേണ്ട. അവന്റെ ഉള്ളു വളർത്തി കൊടുത്താൽ പിന്നെ നിങ്ങൾ പണവും വേണ്ട, ഒന്നും വേണ്ട, അവൻ വളർന്നോളും. ഉള്ളു വളർത്താൻ എന്താ ചെയ്തത്? ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഈ 3 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഉള്ളു വളർത്തുന്ന അന്തരീക്ഷമുണ്ടോ എന്ന് ഞാൻ 3 ചോദ്യങ്ങള് അതിലൂടെ ചോറ് വെന്തോ നോക്കാൻ കലത്തിലെ മുഴുവൻ പറ്റും നോക്കണ്ടല്ലോ. 1, 2, 3 പറ്റു പിടിച്ചു നോക്കിയാൽ സ്ഥാലി പുലാക ന്യായേന 2, 3 പറ്റു പിടിച്ചു നോക്കിയാൽ ചോറ് വെന്തോന്ന് മനസ്സിലാവും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉള്ളു വളർത്താറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 3 ചോദ്യം ചോദിക്കാം. ഫെബ്രുവരി 13 ഒരു പ്രിയപ്പെട്ട ഒരു കവിയുടെ ചരമദിനമാണ്. ആരുടേതാ അത്? ഫെബ്രുവരി 13. ക്ലൂ തരാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം. നമ്മുടെ ഗൃഹാതുരത്വത്തിന്റെ പാട്ടുപാടിയ ONV അല്ലേ? ഉത്തരം പറഞ്ഞു. ചോദ്യം ഇതല്ല. ഇനി ആ ചോദ്യം വരാൻ പോകുന്നേ ഉള്ളൂ. ONV എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ? നമുക്ക് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കവിയല്ലേ? എത്ര നല്ല പാട്ടുകളല്ലേ! ആത്മാവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പാട്ടുപാടി തന്ന കവിയല്ലേ? ദൈവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ്, നന്മയാണ്, സൗന്ദര്യബോധമാണ് എന്ന് നമുക്ക് പാടിത്തന്ന കവി മരിച്ചിട്ട് 2 കൊല്ലായി. ഈ 2 കൊല്ലത്തിനിടയിൽ ONV കുറുപ്പിന്റെ ഒരു
ഭൂമിക്കൊരു ചരമഗീതമോ അല്ലെങ്കിൽ മോഹമോ ഏതെങ്കിലും ഒരു ശാർഗപക്ഷികളോ ഏതെങ്കിലും ഒരു കവിതയോ ഒരു സിനിമാ പാട്ടോ ഒരു നാടകഗാനോ, എത്ര നാടകഗാനമുണ്ട്, ഇതൊക്കെ കുടുംബത്തോടെ വട്ടത്തിലിരുന്നിട്ട് പാടുന്ന എത്ര വീടുന്നൊന്ന് കൈവന്തിച്ചാട്ടെ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു കവിത ചൊല്ലുന്ന, ഒരു പാട്ടുപാടുന്ന, ഒരു കഥ വായിക്കുന്ന കുടുംബം എത്രയുണ്ടെന്ന ചോദ്യം. സാക്ഷര കേരളമാണ്. മലയാള ഭാഷയുടെ പിതാവിന്റെ സ്ഥലത്താണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എന്തിനാ നിങ്ങൾ വീടുണ്ടാക്കിയത്? ഒരാൾ കൈയുയർത്തുന്നില്ല. ഇല്ല. നിങ്ങളെ വീട് എന്തിനാ ഉണ്ടാക്കിയത്? വീടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ, ഹോട്ടല്, കിടന്നുറങ്ങാൻ ലോഡ്ജ്, ടോയ്ലറ്റ് പോവാൻ അല്ലേ? എന്താ ടോയ്ലറ്റ് കോംപ്ലക്സ്, കംഫർട്ട് സ്റ്റേഷൻ അല്ലേ? ഇതാണോ നിങ്ങളുടെ വീട്? ഹോട്ടൽ പ്ലസ് ലോഡ്ജ് പ്ലസ് കംഫർട്ട് സ്റ്റേഷൻ ആണോ നിങ്ങളുടെ വീട്? ക്ലോക്ക് റൂം, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂം, ഇതാണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ വീട്ടിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കാറുണ്ടോ? കടയിൽ പോയിട്ട് 199 റുപ്യേന്റെ മഹാത്ഭുതം എന്ന് കണ്ടാൽ പൈസ കുറഞ്ഞ എന്തും വാങ്ങിക്കൊണ്ടിട്ട് വീട്ടിൽ ഇങ്ങനെ നിരത്തും. നിങ്ങൾ എന്താണ് വീട്ടിൽ നിരത്തുന്നത്? സ്വപ്നങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ടോ? ഒരു കവിത ചൊല്ലുന്നില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക, ഈ പണിയെടുക്കാൻ മാത്രമാണോ വീട്? ഇതാണോ? അല്ല. ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്നാണ് പറയുന്നത്. കുട്ടിയാണ് ഒരു മനുഷ്യന്റെ പിതാവ്. ആ കുടുംബം, അവിടെ നിന്നാണ് നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചത്. അക്ഷരം പഠിപ്പിച്ചത് ആരാ? സ്കൂളെ മാഷല്ല, അംഗനവാടിയിലെ ടീച്ചറല്ല. അവരൊന്നും മഹാമേരുക്കളാണ്. അവരുടെ അടുത്തൊന്നുമല്ല നമ്മളിങ്ങ് താഴെ നിൽക്കുന്ന. പിന്നെ പണ്ട് പഠിച്ചൊരു ശ്ലോകമുണ്ട്, അഹംച ത്വംച രാജേന്ദ്ര ലോകനാഥാവുഭാവി ബഹുവ്രീഹിരഹം രാജൻ ത്വം ഷഷ്ടി തൽപുരുഷൻ. ഹേ രാജാവേ, നമ്മൾ രണ്ടുപേരും ലോകനാഥന്മാരാണ്. ഞാൻ ബഹുവ്രീഹിയും അങ്ങ് ഷഷ്ടി തൽപുരുഷനുമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഒരു കവി പറഞ്ഞ ഞാൻ ബഹുവ്രീഹിയാണ്, ലോകനാഥനായിട്ടുള്ളവനാരോ അവൻ എന്നാണ് ബഹുവ്രീഹിയിൽ വിഗ്രഹിച്ചാൽ കിട്ടുക. എന്നാൽ അങ്ങ് ലോകത്തിന്റെ നാഥനുമാണ്. അതുപോലെ സാഹിത്യത്തിന്റെ നാഥന്മാരാണ് ജിസ ടീച്ചറും അതുപോലെ പിന്നെ സ്മിത പർണിയൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിന്റെ പ്രഗത്ഭന്മാരാണ്. അവരൊക്കെ ഈ ഒരു ചെറിയ ലോകനാഥനായിട്ടുള്ള സാഹിത്യത്തിന്റെ ഒരു മൂല മാത്രം കണ്ടിട്ടുള്ള എന്നെ വിമർശിച്ചിട്ട് അവരുടെ ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് ഇടുന്നു എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡായിട്ട്. അതുപോലെ നമ്മുടെ പിന്നെ രാജശ്രീ ടീച്ചറുടെ ഇപ്പോ വൈറലായ ഒരു പുസ്തകം ഉണ്ടല്ലോ, കല്യാണിയും ദാക്ഷായണിയും. അത് ഫേസ്ബുക്കിൽ എഴുതുമ്പോ എഴുതിയിട്ട് 4 ദിവസം ഫേസ്ബുക്കിൽ എഴുതിയപ്പോ ഞാനിട്ട കമന്റ് ഞാനിപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനിട്ട കമന്റ് ഇതായിരുന്നു, ഇതൊരു വലിയ സംഭവം, മലയാള സാഹിത്യത്തിൽ ഇതൊരു വലിയ സംഭവം, ടീച്ചറെ ഇത് വെറും ഫേസ്ബുക്ക് കഥയാക്കണ്ട, ഇതൊരു ഗംഭീര സാധനാക്കിയിട്ട് നിങ്ങൾ പുറത്തിറക്കൂ, ഗൗരവത്തിലെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ഇട്ടിരുന്നു. ടീച്ചർ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ വന്ന ഒരുപാട് കമന്റുകളെ ആണ് എനിക്ക് ആ നോവലാക്കിയിട്ട് പൂർത്തീകരിക്കണമെന്ന ഒരു തോന്നലുണ്ടായത് എന്ന് ടീച്ചർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ സാധാരണ മനുഷ്യർക്കും സാഹിത്യത്തിൽ ഇടപെടാൻ കഴിയും എന്ന് തെളിയിക്കലാണ് എന്റെ പണി. സോഷ്യൽ മീഡിയകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്നത് പിന്നെ വൃത്തികെട്ട അശ്ലീല പോസ്റ്റുകൾക്കാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് തമാശകളും, തമാശയേക്കാൾ വരുമാനം ഉണ്ടാക്കുന്നത് പിന്നെ ചില സ്ത്രീകൾ ഒരുമ്പെട്ട് പുറപ്പെട്ടിട്ടാണ്. ആ ഒരുമ്പെട്ട് പുറപ്പെട്ടതിന് വരുന്ന കമന്റുകളും ലൈക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള യൂട്യൂബർമാരെ, അതിലൊരാളെയാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി പോയിട്ട് അടിച്ചത്. ഭാഗ്യലക്ഷ്മി നമ്മൾ സൂതമാരി ടീച്ചറെ പറ്റി വൃത്തികേട് പറഞ്ഞതിന്റെ പേരിൽ പോയിട്ട് അടിച്ചില്ലേ? അത് അത്തരത്തിലുള്ള ഒരുപാട് ആളുകളാണ് യൂട്യൂബിൽ ഈ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അവരോട് മത്സരിക്കാൻ നാട്ടിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞേറ്റും ആളുകളുണ്ട്, അതിന്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പലപ്പോഴും ഇതൊന്നും ഈ യൂട്യൂബിന്റെ വരുമാനമൊന്നും എനിക്കല്ലേ, ഇതെല്ലാം ഓരോ ആൾ പോസ്റ്റ് ചെയ്യുന്ന, ഇതൊന്നും എനിക്കല്ല. എന്റെ വാളിൽ ഞാൻ എപ്പം 1-2 പ്രസംഗമായിട്ടില്ല, എനിക്ക് അതിനും നേരമില്ല. ബാക്കിയെല്ലാം ഓരോ ആൾ ഓരോ സ്ഥലത്തുനിന്ന് പിന്നെ ഒരു 5-10, ഇന്നലെ ഞാൻ പോയ വൈക്കത്ത് ചിത്ര കൾച്ചറൽ സെന്ററിന്റെ പരിപാടിക്ക് 10 യൂട്യൂബർമാരുണ്ടായിരുന്നു. എന്റെ പ്രസംഗം പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി 10 ആളിങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ 10 ആളും, പക്ഷെ ഒരാളും ഒരു അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് അയച്ചേരെന്ന് ചോദിച്ചാൽ ആരും അയച്ചു തരുന്നില്ല. അതാണ് അതിന്റെ വലിയ തമാശ. അപ്പോ എന്തുകൊട്ടെ, അത് എനിക്ക് വേണമെന്നില്ല, പൈസ കാർത്തിയൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. സജീവം മണ്ടം മേട് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം യൂട്യൂബിൽ ഇട്ടിട്ട് പിന്നെ എനിക്ക് 4 ലക്ഷം റുപ്യ അതിന്റെ വരുമാനം കിട്ടി,
അതിൽ 40,000 10% ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് നിങ്ങളെ യൂട്യൂബിലെ പൈസ നിങ്ങൾ എടുത്താൽ മതി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിഷേധിക്കുകയില്ല. എന്തായാലും അത് പൈസയുണ്ടോ എന്നുള്ളതല്ല, നമ്മുടെ ഗ്രാമീണതയുടെ പോസിറ്റീവ് സംസ്കാരത്തെ, ഗ്രാമീണത എല്ലാം മോശമാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത്, എന്നാൽ ഗ്രാമീണത എല്ലാമാണ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ഞാൻ പുതിയ തലമുറയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്താറുണ്ട്, അവരുടെ അനുഭവങ്ങളെയൊക്കെ. പക്ഷെ കുറെ ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ നിങ്ങൾ പഴമയുടെ മാമനാണ് എന്ന് പറഞ്ഞാൽ ചില പ്രസംഗങ്ങൾ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ സ്ഥിരമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പഴയ 55-60 വയസ്സ് കഴിഞ്ഞ ആളുകളോട് പഴമയുടെ സൗന്ദര്യത്തെ പറ്റി പറയണ്ടേ? പക്ഷെ അതാണ് ഞാൻ പഴമയുടെ അംബാസഡറാണ് എന്ന് പറഞ്ഞിട്ട് ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്നത്. ഞാനാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല കവിതകളെ, ഏറ്റവും നല്ല കഥകളെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഞാനാണ്. പുതിയ കവിതകളും കഥകളും നന്നായിട്ടുണ്ട്, ഗംഭീര സാധനമുണ്ട്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഭാവുകത്വമുള്ള ഒരു പുതിയ ആസ്വാദനത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തുന്നില്ല എന്നതാണ് പ്രശ്നം. എത്തുന്നുണ്ട്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പുതിയ നല്ല കവിതകളുണ്ട് കേട്ടോ, നല്ല പുതിയ നമ്മൾ ഇപ്പോ ഇവർ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിലൊന്നും പുതിയ ഭാവുകത്വത്തെ കുറിച്ച് തിരിച്ചറിയാനുള്ള കവിതകളൊന്നും ഇല്ല കേട്ടോ. വളരെ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ സഖ്യന്റെ മകനും യുഗപരിവർത്തനം പോലുള്ള അപൂർവം ചില കവിതകളിൽ മാത്രമേ പൊരുത്തപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ഈ പുലരിയോടൊത്തൊന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങൾ എന്തു ചന്തം എന്ന നേരിട്ട് ആസ്വാദനത്തിന്റെ, രസത്തിന്റെ, ആ സൗന്ദര്യത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ അതിന്റെ ആഴത്തിലേക്ക് പോയിട്ട് പുതിയ പുതിയ ആധുനിക സാഹിത്യവുമായി കണക്ട് ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ കാലത്ത് പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ഈ നമ്മൾ യാത്ര പോകുമ്പോ വഴിയരികിലുള്ള മരങ്ങളെല്ലാം അതിവേഗതയിൽ പുറകോട്ട് പോകും. പക്ഷെ ദൂരെയുള്ള കുന്നുകൾ നമ്മുടെ കൂടെ ഓടി വരും. ദൂരെയുള്ള അമ്പിളിമാമൻ, ചന്ദ്രക്കല നമ്മുടെ കൂടെ ഓടി വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതയാത്രയിൽ കുറച്ച് പ്രായം കൂടുമ്പോ പഴയതെല്ലാം ഓടി വരികയും പുതിയതെല്ലാം പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയുടെ സാധ്യതയാണ് DC ബുക്സ് പഴയ പുസ്തകങ്ങൾ ഇറക്കുന്നത്. പക്ഷെ ആ പഴയ പുസ്തകങ്ങളും പുതിയ തലമുറ വായിക്കണ്ടേ? അത് വേണം. ക്ലീ ക്രൂ എന്ന് പറഞ്ഞാൽ തിരിയാത്ത ഒരൊറ്റ ആളും പഴയ തലമുറയിലില്ല. പക്ഷെ പുതിയ തലമുറ ഇപ്പൊ അത് തിരിച്ചറിയാൻ തുടങ്ങി. എന്താണ്? സുരേഷ് തിരിഞ്ഞു നോക്കി എന്ന ആ പാഠത്തിലൊരു മൈനയെ കുറിച്ചുള്ളതാണെങ്കിലും ആ പാഠത്തിന്റെ ക്ലീ ക്രൂ എന്ന ശബ്ദം യഥാർത്ഥത്തിൽ ഒരു കവിത പോലെ അന്നത്തെ തലമുറയുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യമാണ്. ആവതി കിംകരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്ന പരമാർത്ഥം ആ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരും അതുപോലെ കാച്ചിൽ കൃഷ്ണപിള്ളിയും ഇവരൊക്കെ അന്നത്തെ സാധാരണ കുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ സ്ഥാനം പിടിച്ചത് വെച്ചിട്ടാണ് നമ്മൾ അന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ആസ്വാദനത്തിന്റെ ഒരു അടിത്തറയുണ്ട്. ആ ആസ്വാദനത്തിന്റെ അടിത്തറയും ഇന്ന് പുതിയ തലമുറയുടെ ആസ്വാദനത്തിന്റെ അടിത്തറയും ഇന്നത്തെ കവിത ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു കവിത വായിച്ചു, ഒരു പോലീസുകാരൻ എഴുതിയ കവിതയാണ്. ആ കവിത വരും വരാതിരിക്കില്ല എന്നാണ്. വരും വരാതിരിക്കില്ല, നല്ല മനോഹരമായ കവിതയാണ്. പക്ഷേ ആ കവിത ആ പോലീസുകാരന്റെ ഒരു ഇന്റർവ്യൂവിൽ ആ കവിത എഴുതാൻ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് വല്ലാതെ ഒരു വേവാത്ത ചേനക്കസം തിന്ന പോലെ ചൊറിയാൻ തുടങ്ങിയത്. ആ കവിത എഴുതിയത് മംഗലാപുരം വിമാനത്താവളത്തിൽ ഒരുത്തൻ സ്വർണം കടത്തുമ്പോ പിടിച്ചിട്ട് വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് അവന് വയറിളക്കേണ്ട മരുന്നും കൊടുത്തിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത കാവല് നിൽക്കുന്ന പോലീസുകാരൻ എഴുതിയ കവിതയാണ്. വരും വരാതിരിക്കില്ല. അതിന്റെ വിചിത്രമായ അനുഭവം നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കവിത പല സാഹചര്യത്തിൽ പുതിയ നല്ല കവിതകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ, നല്ല കവിതകൾ ഉണ്ടാകുന്നു. പക്ഷെ ഈ നല്ല കവിതകൾ പഴയ തലമുറ വായിക്കുന്നില്ല. എന്നാൽ പുതിയ തലമുറ വായിച്ചിട്ട് അത് പ്രചരിപ്പിക്കുന്നില്ല. പഴയ കവിതകളൊന്നും തന്നെ പുതിയ തലമുറ വായിക്കുന്നില്ല. അപ്പൊ ഈ കവിതയുടെ ഒരു കവിത എന്ന് പറഞ്ഞാൽ പൊട്ടിമുളച്ച് വരുന്നതല്ല, ഒരു പ്രവാഹമല്ലേ. പഴയത് പഠിക്കാതെ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ മധ്യകാല കവിത അത് പഠിച്ച്
ആധുനിക കവിത, അതിന്റെ തുടർച്ചയായിട്ടാണ് ആധുനിക കവിത. അതിന്റെ ഇടയിലുള്ള കണ്ണശന്മാരെ പറ്റിയും വെൺമണി മഹാനമ്പൂതിരിയും അച്ഛൻ അപ്പ നമ്പൂതിരിനെയും ഒക്കെ പഠിച്ച് അതിനുശേഷമാണ് ആധുനിക കവിത്രയങ്ങളെ പറ്റി പഠിച്ച് എന്നിട്ടാണ് ചങ്ങമ്പുഴിയെയും വൈലോപ്പള്ളിയെയും ഒക്കെ പഠിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ONV കുറുപ്പിനെയും പി ഭാസ്കരനെയും പഠിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിൽ അന്ന് പഠിച്ചത് വേണ്ടത്ര, അന്നത്തെ ആ തുടർച്ച വേണ്ടത്ര ഇല്ല. ആ തുടർച്ചയില്ല എന്ന് മാത്രമല്ല, പുതിയത് കവിതകൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കും. ഞാനിപ്പം എന്റെ മോൻ +2 പഠിക്കുന്നത്. ഓന്റെ കവിത, ഓന്റെ പാഠപുസ്തകങ്ങളെല്ലാം മലയാളത്തിൽ ഞാൻ തന്നെ എടുത്തു കൊടുക്കുക. അത് പരീക്ഷന്റെ ഒരാഴ്ച മുമ്പ് അച്ഛൻ എടുത്തു തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, അത്രയേ ഉള്ളൂ. അച്ഛൻ എടുത്തു തന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നവൻ പറയല്ലേ. ഒരാഴ്ച മുമ്പേ ഞാൻ അതെല്ലാം എടുത്ത് ഒന്ന് അതില് വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ വിശദീകരിച്ചു കൊടുത്താൽ അതിനെ ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ കവിതകളെല്ലാം പഠിച്ചു നോക്കുമ്പോ പിന്നെ വളരെ വളരെ ആഴത്തിലുള്ള മനസ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്ന, ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്ന ഒരുപാട് കവിതകളും കഥകളും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കവിതകളും കഥകളും പാഠപുസ്തകത്തിലുണ്ട്. പക്ഷെ ആ കഥകളൊന്നും തന്നെ ക്ലാസ് മുറിക്ക് പുറത്തിറങ്ങുന്നില്ല. അതാണ് സത്യം. നമ്മൾ പഠിച്ച കാലഘട്ടത്തിലുള്ള കവിതകളും കഥകളെല്ലാം സ്കൂൾ പഠിച്ചവനും അറിയാം, പഠിക്കാത്തവനും അറിയാം, ക്ലാസിന്റെ പുറത്തിറങ്ങി നടക്കുമായിരുന്നു, നാട്ടിലൂടെ നടക്കുകയായിരുന്നു. അന്ന് ഞാനിപ്പോ ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ ഉരിച്ചപ്പുളന്ന് ആ പാഠം പഠിക്കാത്തവർക്കും അറിയാമായിരുന്നു. ആ പാഠം പഠിക്കാത്തവർക്കും പിന്നെ ചെറുശ്ശേരിയുടെ ആ വരികൾ അറിയാം. കുഞ്ചൻ നമ്പ്യാരുടെ പല കവിതകളും മുമ്പിൽ നടന്നീടിന് ഗോവ് തന്നെ പിള്ളേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നത് അത് സ്കൂൾ പഠിച്ചവനും അറിയാം, പഠിക്കാത്തവനും അറിയാം. അന്ന് പാഠപുസ്തകങ്ങൾ ഇറങ്ങി നടക്കുമായിരുന്നു. ഇന്ന് പാഠപുസ്തകങ്ങൾ ക്ലാസിന്റെ പുറത്തിറങ്ങി നടക്കുന്നില്ല. അതാണ് ഏറ്റവും സങ്കടം. ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അന്ന് ഞങ്ങൾക്ക് ജീവിതവുമായി ഈ പാഠപുസ്തകങ്ങൾ എങ്ങനെയാ കണക്ട് ചെയ്ത് നമുക്ക് വലിയ പിടിയില്ലായിരുന്നു. A+B² A² + 2AB + B² എന്ന് ബൈഹാർട്ട് പഠിക്കാഞ്ഞിട്ട് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കാറുണ്ട്. അന്ന് ഇതെന്തിനാ പഠിക്കണമെന്ന് മനസ്സിലായില്ല. എന്ന് കുത്തനെ 100 പ്രാവശ്യം ഇടും, എന്നിട്ട് +100 പ്രാവശ്യം ഇടും, എന്നിട്ടാണ് നമ്മളന്ന് 100 പ്രാവശ്യം തിരക്കുക. എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം 39 വർഷത്തിന് ശേഷം 10ാം ക്ലാസ്സിലെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനാണ് A+B² അർത്ഥം നേരിട്ട് കണ്ടത്. അന്ന് പെൺകുട്ടികൾ വേറെ ആൺകുട്ടികൾ വേറെയാ ക്ലാസ്, ഒന്നിച്ചിരിക്കൂല. കാരണം കൃത്യ മാനേജ്മെന്റ് സ്കൂളായതുകൊണ്ട് അച്ഛന്റെ ധാരണ ഇത് രണ്ടും അടുത്ത് വെച്ച എല്ലാ പെൺകുട്ടികളും ഒരേ ക്ലാസ്സിൽ ഇരുന്നാൽ എല്ലാ പെൺകുട്ടി ഗർഭിണിയാവുന്ന ഒക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഒന്നിച്ചിരുന്നാൽ പെൺകുട്ടികൾ ഗർഭിണിയായി പോകുന്നുള്ള ഒരു പേടി ഉണ്ടോന്ന് അറിയില്ല. പെൺകുട്ടികളെ ക്ലാസിന്റെ ഭാഗത്തേക്ക് നോക്കാൻ പോലും ആൺകുട്ടികൾ പോലില്ല. ആൺകുട്ടികളെ ക്ലാസിന്റെ ഭാഗത്ത് നോക്കാൻ പെൺകുട്ടികൾ പോലില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. 1 മുതൽ 7 വരെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച പെൺകുട്ടി, ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്ന പെൺകുട്ടിയെ പിന്നെ ഞാൻ കാണുന്നത് നിർമ്മലേരി കോളേജിൽ PTCക്ക് ചേർന്നേരാ. അതിന്റെ ഇടയിൽ കണ്ടിട്ടേ ഇല്ല. സ്കൂൾ പഠിക്കുമ്പോൾ കണ്ടിട്ടേ ഇല്ല. ദൂരെ നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ച് നോക്കുമ്പോ ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് 184 ആള് വന്നു. അന്നേരാണ് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്ത് കണ്ടപ്പോഴാണ് എന്തെല്ലോ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അതാണ് A ആണും B പെണ്ണുമായിട്ട് നിൽക്കുമ്പോ ഇത് പറയുമ്പോൾ എന്റെ പേടിയുണ്ട്. അങ്ങനെ B എന്താ പെണ്ണിനാക്കി, എന്താ A ആണിനായിക്കൂടെ എന്നുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റിയെല്ലാം ചോദിക്കാൻ ആളുണ്ടാവും എനിക്ക് പേടിയുണ്ട്. അപ്പൊ എന്തായാലും Aയും Bയും ഒന്നിച്ച് ചേരുന്നപ്പോ ആടെ കണ്ട A² ഒരു ഭാഗത്ത് 2AB മറ്റേ ഭാഗത്ത് B². അപ്പോഴാണ് ഇതെന്താ ഈ സാധനം ജീവിതത്തിലെന്ന് മനസ്സിലായത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ പഠനം, അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ചത് നല്ല ഭക്ഷണത്തിനും നല്ല വസ്ത്രത്തിനും നല്ല പാർപ്പിടത്തിനും നല്ല വരുമാനത്തിനും നല്ല തൊഴിലും വേണ്ടിയായിരുന്നു. നല്ല ഭാവുകത്വത്തിന് വേണ്ടി പഠിച്ചിരുന്നില്ല ആരും. പക്ഷെ ഭാവുകത്വം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ആ ഭാവുകത്വമാണ് ഇന്നത്തെ തലമുറ. ഇപ്പൊ ഈ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നവരെല്ലാം അന്നത്തെ ഭാവുകത്വം ഉണ്ടായവരാണ്. പുതിയ തലമുറ എത്രത്തോളം വായിക്കുന്നുണ്ടെന്ന് ലൈബ്രറി കൗൺസിലിൽ ഞാൻ ഏറെ കാലം പണിയെടുത്തതാണ്. ഇഷ്യൂ രജിസ്റ്റർ നോക്കിയാൽ ഇടത്തെ കൈകൊണ്ട് വലത്തെ കൈകൊണ്ട് എഴുതിയിട്ട് പരിശോധനയ്ക്ക് വരുമ്പോൾ തകർക്കുന്ന കാഴ്ച ഞാൻ കാണാറുണ്ട്. അതൊരു സത്യമാണ്. എത്ര തലമുറ വായിക്കുന്നുണ്ടെന്ന് ഞാൻ ഓരോ സദസ്സിലും ചോദിക്കാറുണ്ട്. ഈ കവിത വായിച്ചവരെത്ര, ഈ കഥ വായിച്ചവരെത്ര എന്ന് എല്ലാ സദസ്സും ഞാൻ മുതിർന്ന ആളോടും ചോദിക്കലുണ്ട്, സ്കൂള് കോളേജിലെ കുട്ടികളോടും ചോദിക്കലുണ്ട്. അതൊരു ജനകീയ സർവേയാണ്.
ആ സർവേയിൽ നിന്ന് മനസ്സിലാവും ഇത് ഒരു പുതിയ തലമുറ ഒരു വായിക്കുന്നവരുടെ എണ്ണം ഒരു 5% താഴെയാണ്. പല നമ്മൾ വലിയ വായന വളരുന്നു, പുസ്തകങ്ങൾ വിൽപ്പന കൂടുന്നു എന്നൊക്കെ പറയുമെങ്കിലും അതെല്ലാം കുറെ തള്ളാൻ. അപ്പോ ഞാൻ ഏത് വായനശാലയിൽ പോയാലും പുസ്തക ഇഷ്യൂ അത് മടക്കിയ തീയതിയും നോക്കാൻ. പുസ്തകം വാങ്ങിക്കൊണ്ടുപോയിട്ട് തിരിച്ചാടെ കൊടുത്ത തീയതി ഉണ്ടാവില്ല. ആ തീയതി പലപ്പോഴും 1 കൊല്ലം 2 കൊല്ലം അല്ല. കാരണം ലൈബ്രറിയെ പലതവണ വിളിച്ച് ചീത്ത പറഞ്ഞാലാ പുസ്തകം ഇവിടെ മടക്കുക. എന്നാൽ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ മിക്കതും 1-2 ദിവസം കൊണ്ട് പുസ്തകം മടക്കുന്ന ഒരു ഗ്രന്ഥാലയത്തിൽ ഞാൻ പോയി. ഇഷ്യൂ മുഴുവൻ നോക്കി, മടക്കിയ ദിവസം പുസ്തകം തിരിച്ചു കൊടുത്ത ദിവസവും നോക്കി. ഒരാഴ്ചക്കപ്പുറത്ത് ഒരൊറ്റ പുസ്തകം ആരും കയ്യിൽ വെക്കാറില്ല, നന്നായി വായിക്കുന്ന ഒരു ഗ്രന്ഥാലയത്തിൽ ഞാൻ പോയി. ആ ഗ്രന്ഥാലയത്തിൽ വായനക്കാർക്കാണ് ഇന്ന് സമയം തളം കെട്ടിക്കിടക്കുന്നത്. ഞാൻ ആ വായനക്കാരുടെ 550 ആള് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണിപ്പോ സ്വതന്ത്ര ലോകത്തുള്ളത്. മനസ്സുകൊണ്ട് സ്വതന്ത്ര ലോകത്ത് നിങ്ങളാണുള്ളത്. ജയിലിന്റെ പുറത്തുള്ള ഞങ്ങളെല്ലാം ഒരുപാട് ശീലങ്ങളുടെ തടവറയിൽ കിടക്കുകയാണ്, സമയത്തിന്റെ തടവറയിൽ കിടക്കുകയാണ് പുറത്തെ ലോകം. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ലൈബ്രറിയിലാണ് ഞാനിത് പോയി കണ്ടത്. അവർ മനസ്സുകൊണ്ട് അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തെല്ലാം തരം പുസ്തകങ്ങൾ അവർ വായിക്കുന്നു അറിയോ? അപ്പൊ അതുകൊണ്ട് അവർ ക്രിമിനലുകളായിട്ട് അവരെ തള്ളിക്കളയണ്ട. ക്രിമിനൽ അല്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് എനിക്ക് സംശയം. എന്തെങ്കിലും ഒരു ക്രൈം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ആരും കാണാത്തോണ്ടായിരിക്കും, അല്ലെ ആരും പിടിക്കപ്പെടാത്തോണ്ടായിരിക്കും. യാദൃശ്യമായിട്ട് അവർ തെളിഞ്ഞുപോയി, അത്രയേ ഉള്ളൂ. അവർക്ക് തന്നെ പലർക്കും അവരെന്താ കുറ്റം ചെയ്തതെന്ന് അറിയാത്ത. ഞാൻ വനിതാ ജയിലിൽ പോയിരുന്നു. വനിതാ ജയിലിൽ പോയപ്പോ വയനാട്ടിലെ കുറെ ആദിവാസി സ്ത്രീകളുണ്ട്. അവരെന്താ കുറ്റം ചെയ്തത് എന്ന് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവർ പറഞ്ഞത് അവരുടെ സാമുദായിക ആചാരപ്രകാരം പെൺകുട്ടി ഋതുമതിയായാൽ 1 കൊല്ലത്തിനുള്ളിൽ കല്യാണം കഴിപ്പിക്കണം. പെൺകുട്ടി ഋതുമതിയായാൽ 1 കൊല്ലത്തിനുള്ളിൽ കല്യാണം കഴിപ്പിക്കണം. ഇപ്പൊ നേരത്തെ പെൺകുട്ടികൾ ഋതുമതിയാകുന്ന അവരെ കുറ്റമല്ലല്ലോ. 12 വയസ്സിലും 13 വയസ്സിലും പെൺകുട്ടി ഋതുമതിയാവും, 14 വയസ്സ് കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ അച്ഛനും അമ്മേനും പിടിച്ച് ജയിലിട്ട. 18 വയസ്സായത് മക്കളെ കല്യാണം കഴിപ്പിച്ചു എന്ന കുറ്റത്തിലാണ് ഒരുപാട് ആളുടെ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുക, നിങ്ങൾ ഉണ്ടാക്കിയ നിയമം വെച്ചിട്ട് ഞങ്ങളെ പിടിച്ച് ജയിലിടുക. ഞങ്ങളെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ നിയമപ്രകാരം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ചില നിയമം ഉണ്ടാക്കുക ഞങ്ങളോടൊന്നും ചോദിക്കാതെ, എന്നിട്ട് ആ നിയമം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത തെറ്റാന്ന് പറയുക. എന്തൊരു അന്യായമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അവരെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പൊ അത്തരത്തിൽ അവിടെ വായനയുടെ മഹാസാമ്രാജ്യവും, ആ വായനയുടെ മഹാസാമ്രാജ്യത്തിൽ അവർക്ക് സമയം തളം കെട്ടി കിടക്കുന്നുണ്ട് എന്നതാണ് അവര്. നമ്മുടെ പ്രശ്നം എന്താ? നമ്മള് മരം മറിഞ്ഞിട്ട് കാട് കാണാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. മരം മറിഞ്ഞിട്ട് കാട് കാണാത്ത, ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് പാച്ചില് കണ്ടാൽ വിചാരിക്കും ഭയങ്കര തിരക്കാണ്. ഇവിടുന്ന് ആള് ബൈക്കും കൊണ്ട് പായുന്ന കണ്ടിട്ടുണ്ടോ? ആളുകളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? സമാധാനത്തിൽ നടന്നു വന്ന ഒരൊറ്റ ആളെ കാണില്ല. ഒരു ബിൽഡിങ്ങിന്റെ മേലെ നോക്ക്, എത്ര ആള് ഒരു വീഡിയോ പിടിച്ചു നോക്കൂ. ആളുകളുടെ ബേജാറും വെപ്രാളും കണ്ടാ വിചാരിക്കും അന്ന് പോയിട്ട് എന്തോ മലമറിക്കാനുണ്ട്. വീട്ടിൽ പോയി വെറുതെ ഇരിക്കാനാ, വീട്ടിൽ പോയി വെറുതെ ഇരിക്കാനാ ഈ പായുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ബൈക്കും കൊണ്ട് കത്തിച്ച് പോന്നോ വിചാരിക്കും ഓന്റെ ഭാര്യക്ക് വായു ഗുളിക വാങ്ങാൻ പോകുന്നത്. എന്നിട്ട് എവിടേക്കും ബൈക്ക് സൈഡാക്കിയിട്ടുണ്ടാവും, മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യും. മനസ്സിലായോ? ഭയങ്കര തിരക്കാണ് ആളുകൾ. പക്ഷെ ഈ തിരക്ക് വെറുതെയാ. തിരക്കുണ്ടെന്ന് ഫീൽ ചെയ്യാ. കൂത്തുപറമ്പെന്ന് ചിറ്റാരിപ്പറമ്പിലേക്ക്, എന്റെ നാട്ടില് ചിറ്റാരിപ്പറമ്പിലേക്ക് സാധാരണ ബസ്സിന് 25 മിനിറ്റ്, സാധാരണ ബസ്സിന് 25 മിനിറ്റ്. മാനന്തവാടി ബസ് ലിമിറ്റഡ് സ്റ്റോപ്പിന് ബസ് കയറിയാല് 5 മിനിറ്റ് നേരത്തെ എത്തും. 20 മിനിറ്റേ ഉള്ളൂ. ആ 5 മിനിറ്റ് നേരത്തെ എത്താൻ വേണ്ടി ആൾ അരമണിക്കൂർ കാത്തുനിൽക്കും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്. ഇതിനെന്തറിയോ? ഫീൽ ചെയ്യാൻ. ഞാൻ സ്പീഡിലാ പോകുന്നതെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇത് ഉരുട്ടുമ്പോൾ ഉള്ള അസ്വസ്ഥത, അല്ലെ? അസ്വസ്ഥത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എന്തെല്ലോ മനഃശാസ്ത്രപരമായി നമ്മൾ എന്തെല്ലോ കലങ്ങിപ്പോയിട്ടുണ്ട്. അതിനെ തിരിച്ചു പിടിക്കാൻ വീണ്ടും പുസ്തകങ്ങളിലേക്ക് പോകുന്ന, കാലദേശത്തിന് അതീതമായിട്ട് ലോകത്തിലേക്ക് മനുഷ്യൻ അതിജീവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മൾ മനുഷ്യനായിരുന്നു. കാലദേശബോധം നമുക്കല്ലേ ഉള്ളൂ. ഇത് പുതുവത്സരം ഏതെങ്കിലും പക്ഷിമൃഗാദികൾക്ക് പുതുവത്സരമുണ്ടോ? ജനുവരി 2 അറിയുന്ന ഏതെങ്കിലും പശുവോ പട്ടിയോ പൂച്ചയുണ്ടോ? ഇത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിതരണം ചെയ്ത ഏതെങ്കിലും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത പശുവിന് അറിയോ ഇത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണെന്ന്? ഇല്ല. അവർക്ക് ഏരിയത് ആടെന്നറിയില്ല, ഇത് ഇന്നെന്താ ആഴ്ച എന്നറിയില്ല. അവരിങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കാലത്തിനും ദേശത്തിന്റെയും ബോധം നമുക്കുണ്ട്. ആ ബോധത്തെ മറികടക്കാൻ ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ
എല്ലാ അന്വേഷണങ്ങളും. നമ്മുടെ വാഹനങ്ങൾ കണ്ടെത്തിയത് ദേശത്തെയും കാലത്തെയും മറികടക്കാനാണ്. കൂടുതൽ ദേശത്തിലെത്തണം, അതും എളുപ്പത്തിൽ വേഗത്തിലെത്തണം. കാലദേശങ്ങളെ മറികടക്കാനാണ് വാഹനങ്ങൾ. ആ മറികടക്കാനുള്ള വാഹനങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. പക്ഷേ ആ കാലദേശത്തെ മറികടക്കുന്ന മനസ്സോ, ആ മനസ്സ് വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് പോകാന്നല്ലാതെ ആ മനസ്സിനെ കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് ഏതൊരു സിനിമാ പാട്ടിൽ സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാമെന്നൊരു പാട്ടിൽ ആറ്റു നോറ്റുണ്ടായൊരുണ്ണി. കാലത്തിന്റെ അറ്റത്തേക്ക് പോകാൻ, കാലാധിപർത്തിയായി ദേശാധിപർത്തിയായിട്ട് യാത്ര ചെയ്യുവാനുള്ള കരുത്ത്, ആ കരുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിലൂടെ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു. ഈ ഭൂമി മൊത്തം കത്തുന്നത് മനസ്സ് കാണാൻ പറ്റിയ ഒരു മനുഷ്യനുണ്ട്, അറിയാമോ? നമുക്കൊരു വലിയൊരു തീപിടിച്ച ഒരു പീടിയ കത്തുന്നോ അല്ലാണ്ട് അതിന്റെ അപ്പുറം നമ്മുടെ മനസ്സിൽ കൊള്ളുവോ? ഭൂമി മൊത്തം നമുക്ക് കിട്ടുമോ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിട്ടുമോ? ഭൂമി മൊത്തം നമുക്ക് കിട്ടുന്നത് ഭൂമിയുടെ ഗ്ലോബേ കിട്ടൂ, ഭൂമി കിട്ടൂല. അന്ന് ആ ഭൂമി മൊത്തം തീപിടിച്ചാൽ, കടലിൽ മൊത്തം തീപിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്രയും വലുപ്പത്തിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ആളാണ് CV രാമപിള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമരാജ ബഹദൂർ എന്ന് പറയുന്ന നോവൽ എഴുതാൻ പറ്റിയത്. ഞാൻ രാമായണം വായിച്ചതിനേക്കാൾ എനിക്ക് ആസ്വാദനം കിട്ടിയത് രാമരാജ ബഹദൂറാണ് കേട്ടോ. രാമരാജ ബഹദൂർ എത്ര തവണ വായിച്ചു, ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ സാധനം ഇങ്ങനെ കിടന്നു വരാം. അതൊരു ചരിത്രാഖ്യായികയാണ്, പക്ഷെ അതിലെ കഥാപാത്രങ്ങളും അതിലെ സന്ദർഭങ്ങളും നാടകീയമായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. പക്ഷെ ആ രാമരാജ ബഹദൂർ വായിക്കാൻ തന്റേടുള്ള എത്ര കോളേജ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്? അത് വായിക്കാൻ തന്റേടുള്ള എത്ര ആളുണ്ട്? എത്ര ക്ഷമയിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. വേഗതയിൽ പോകും തോറും നമ്മുടെ ഈ അടിസ്ഥാനപരമായി കാലദേശങ്ങളെ അതിലംഘിക്കുവാനുള്ള നമ്മുടെ ശേഷി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മുടെ നെറ്റിലൂടെ കുട്ടികൾക്ക് അനുഭവങ്ങളുണ്ട്. നമ്മുടെ 10 അനുഭവങ്ങളുണ്ട്. നമുക്കല്ല, ഞാനല്ല ചെറുപ്പത്തിൽ തൊടിക്കട എന്ന ഗ്രാമത്തിന്റെ ടാവട്ടത്തിലുള്ള അനുഭവങ്ങളല്ലാതെ വേറെ എന്തെന്നൊന്നും അറിയോ? കഴിഞ്ഞ ദിവസം എന്റെ മോൻ സ്വിറ്റ്സർലൻഡിലെ ചാനലിൽ ഒരു പുഴയെ പറ്റിയിട്ടുള്ള വാർത്ത കൊടുക്കുന്നത്. ഒരു പുഴയെ പറ്റിയിട്ടുള്ള വാർത്ത രാവിലെ മുതൽ ഈ പുഴ തന്നെയാണ് സ്വിറ്റ്സർലൻഡിലെ ചാനൽ. എന്നോട് പറഞ്ഞു ഇതൊരു ഭയങ്കര അത്ഭുതമാണ്, നമ്മളൊന്ന് സ്വിറ്റ്സർലൻഡിലെ ചാനൽ വെക്കാൻ പോലും തോന്നിയിട്ടില്ല. ഓൻ വെച്ചിട്ട് കണ്ടെത്തി. എന്താ പുഴയുടെ പ്രത്യേകത? 50 കൊല്ലം മുമ്പ് വറ്റിപ്പോയ പുഴയാ, അതിപ്പോ 10 കൊല്ലം മുമ്പ് വീണ്ടും ഒഴുകാൻ തുടങ്ങി. അതെങ്ങനെയാ ഒഴുകിയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ. അതെവിടെയാ പുഴ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാ? കേരളത്തിലാണ്. നമ്മുടെ ഏതെങ്കിലും ചാനലിലോ പത്രത്തിലോ ഇത് വന്നോ അങ്ങനെ ഒരു വാർത്ത? അങ്ങനെ വന്നിട്ടേ ഇല്ല. നമ്മുടെ കുട്ടികൾ അറിഞ്ഞു. അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാനത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാനവിടെ ഷെയർ ചെയ്തു. ഞാനത് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ആ പുഴയെ പറ്റി പഠിക്കാൻ വേണ്ടി, അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം എന്ന പുഴയെ പറ്റിയാണത്. ആ പുഴയെ പറ്റി പഠിക്കാൻ വേണ്ടി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ മുഴുവൻ മെമ്പർമാരും 5-8 സ്റ്റാഫും അവിടെ പോയിട്ട് 19, 20, 21 3 ദിവസം ഞങ്ങൾ അട്ടപ്പാടി താമസിച്ചു. എങ്ങനെയാ ഈ പുഴ വീണ്ടും ഒഴുകിയത്? ഉരുൾപൊട്ടലോ ഭൂകമ്പോ ദൈവത്തിന്റെ കുതിർത്ത് കൊണ്ടൊന്നുമല്ല, വാട്ടർഷെഡ് പ്രോഗ്രാമിന്റെ ഫലമായിട്ടാണ്. അതെന്താ നിങ്ങൾക്ക് കാണണമെങ്കിൽ 85-ൽ ഇറങ്ങിയ താഴ്വാരം എന്ന് പറയുന്ന സിനിമ കാണുക, ഭരതന്റെ, മോഹൻലാൽ അഭിനയിച്ച ആ സിനിമയിലെ അവിടുത്തെ ഭൂപ്രകൃതി നോക്കുക. ആ ഭൂപ്രകൃതിയും എന്നിട്ട് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന സിനിമയും കാണുക. ഈ 2 സിനിമകളുടെ വ്യത്യാസം മനസ്സിലാവും. അവിടെ പഴയ അട്ടപ്പാടിയും പുതിയ അട്ടപ്പാടിയും എന്താ മാറിയത്? അവിടുത്തെ പുഴയിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ടാണ് കുടിക്കാൻ കൊണ്ടുവന്നത് എല്ലാവരും കേട്ടോ. അവർക്ക് 100% ഈ കോളി ബാക്ടീരിയ ഇല്ല എന്ന് 100% അവർ ഗ്യാരണ്ടി തരുന്നു. അവിടുത്തെ ഹോട്ടലിലും വീട്ടിലേക്കും പുഴയിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് അവരാദിവാസികളാണ്, നമ്മൾ സംസ്കാരമുള്ളവരാണ്. നമ്മൾ എരഞ്ഞോളി പുഴയിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് എത്ര വീട്ടിൽ എത്ര ഹോട്ടലിൽ പാചകം ചെയ്യും? നമ്മുടെ സ്വന്തം കിണറ്റിലെ വീട്ടിലെ വെള്ളത്തിന് വിശ്വസിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് കിണറ്റിലെ വെള്ളമാണ്, പുഴയിലെ വെള്ളമാണ്. ആ പുഴയിലെ വെള്ളവും കിണറ്റിലെ വെള്ളവും മലിനമാക്കിയിട്ട് പുറത്ത് നല്ല നല്ല മിനുസുള്ള ടൈൽസൊട്ടിച്ച സംസ്കാരമാകുമെന്ന ധാരണയെ അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് പുസ്തക വായന, പഴയ പുസ്തകങ്ങൾ, ആ പഴയ പുസ്തകങ്ങൾ. പിന്നെ എനിക്ക് കുറെ ആള് അയച്ചു തന്നു, നിന്റെ ഒരു പ്രസംഗമാണ് DC ബുക്സിന്റെ പരസ്യം. ഞാനെന്നിട്ട് ഇവരെ വിളിച്ചു, നിങ്ങൾ ഔദ്യോഗികമായിട്ട് കൊടുത്തു. ഞാൻ പരാതി പറയാൻ വിളിച്ചതല്ല, ഔദ്യോഗികമായിട്ടാണോ കൊടുത്തത് അല്ല ഇത് യാദൃശ്യമായിട്ട് വന്നതാണോ? കുറെ ആൾ അയച്ചു തന്നിട്ട് പറഞ്ഞു DC ബുക്സിന്റെ അംബാസഡറായിട്ട് നിന്നെ നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്തേലും അല്ല, നിന്റെ പ്രസംഗം വെച്ചിട്ടാണ് അവർ ഈ ഒരു വട്ടം കൂടി എന്ന ആ പഴയ പുസ്തകങ്ങളെ പറ്റി. ഈ ഒരു വട്ടം കൂടി എന്നത് പുതിയ കാലഘട്ടത്തിലുള്ള വാക്കല്ല കേട്ടോ.
പണ്ടത്തെ നാടകങ്ങളിൽ നല്ല ഒരു നാടകമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ വരും, വരവും കൊണ്ട് ഇങ്ങനെ വരും, ഇതാ സ്വർണ്ണ കുംഭവും കൊണ്ടുവരും, പരീക്ഷയിൽ മാർക്ക് കൂട്ടിത്തരും, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മുടെ അടുത്ത് വരിക എന്ന് നമ്മളെ ഒരുപാട് ആള് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മൾ പുറത്തുനിന്നുള്ളിലേക്കല്ല വരിക, ഉള്ളിൽ നിന്ന് പുറത്തേക്കാ വരിക. ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ദൈവം വരുന്ന ഒരു പ്രക്രിയയാണ്, ഒരു വഴിയാണ് കല എന്ന് പറയുന്നത്. കാരണം ദൈവം തന്നെ ഒരു സുന്ദരമായ കലയാണ്. കലയില്ലായിരുന്നുവെങ്കിൽ, സാഹിത്യമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവങ്ങളെ കിട്ടുമായിരുന്നോ? മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയും അവന് സർഗാത്മകതയും പ്രതിഭയും ഉണ്ടാവുകയും ചെയ്യുന്നതിന് മുമ്പ്, കാട്ടാളന്മാരുടെ കാലത്തോ മനുഷ്യവംശം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ്, പക്ഷിമൃഗാദികളുടെ കാലത്തോ ഒരിടത്തും രാമരാമ ജപിച്ചിരുന്നില്ല, ഒരിടത്തും അല്ലാഹു അക്ബർ വിളിച്ചിരുന്നില്ല, ഒരിടത്തും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല, ഒരിടത്തും ശിവന്റെ താണ്ഡവ നൃത്തം ഉണ്ടായിരുന്നില്ല, ഒരിടത്തും പാർവതിയുടെ ലാസ്യനൃത്യം ഉണ്ടായിരുന്നില്ല, ഒരിടത്തും നന്ദികേശ്വരൻ മൃദംഗം മുഴക്കിയിരുന്നില്ല. അതൊക്കെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അവതരിപ്പിക്കാനും പറ്റിയ സർഗാത്മകതയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ദൈവത്തെപ്പറ്റി തിരിച്ചറിഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അമ്പലം ഉണ്ടായിരുന്നോ? എവിടെയെങ്കിലും വിഗ്രഹങ്ങൾ സ്വയംഭൂവായി മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഉയർന്നു വന്നിരുന്നോ? ഇല്ല. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് താഴോട്ട് ലിഫ്റ്റിൽ വരുന്ന ആളല്ല, നമുക്ക് വരം തരാൻ വരുന്ന ആളല്ല. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നന്മയുടെയും കരുണയുടെയും സർഗാത്മകതയുടെയും സ്നേഹത്തിന്റെയും ധാർമ്മിക ബോധത്തിന്റെയും സൃഷ്ടിയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരത തത്വശാസ്ത്രത്തിന് 3 അടിത്തറകളുണ്ട്. 1 സത്യം, 2 ശിവം, 3 സുന്ദരം. ഇതിനെ നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല. ശിവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പിനോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താടടുങ്കും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഈ 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. ഈ കലാക്ഷേത്രയിൽ നന്നായി പഠിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന, ശാസ്ത്രബോധമുള്ള കുട്ടികൾ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ. കാരണം ആ ശാസ്ത്രത്തിന്റെ, സത്യത്തിന്റെ വികാസത്തിലൂടെയാണ് ഈ കാണുന്നതെല്ലാ സൗകര്യവും നമുക്കുണ്ടായത്, അല്ലേ? മൈക്കെന്ന് പറയുന്ന സത്യമല്ലേ? അത് കണ്ടുപിടിച്ചത് എങ്ങനെയാ? ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ലല്ലോ, തപസ്സിലൂടെ വരം കിട്ടിയതല്ലല്ലോ. മനുഷ്യന്റെ ആന്തരികമായ ഊർജത്തെ മുഴുവൻ ആവാഹിച്ച് അവന്റെ കർമ്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ മൈക്ക്, ഈ ലൈറ്റ്. തോമസ് ആൽവ എഡിസന്റെ ആന്തരികമായ വെളിച്ചമാണ് നമുക്കിപ്പോ LED ബൾബുകളായിട്ട്, കോടിക്കണക്കിന് ബൾബുകളായിട്ട് നമ്മൾ കേൾക്കുന്നത്, അല്ലെ? ഗ്രഹാം ബെൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചമാണ്. അതൊക്കെ ദൈവമാണ്. ആ ആന്തരികമായ ദൈവമാണ് സകലയാളും ഇങ്ങനെ വെച്ചിട്ട് അലോ ചോറായാന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? ആന്തരികമായ വെളിച്ചമാണ് ഫോണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ബസ്സുകൾ, കാറുകൾ, ലോറികൾ, കുപ്പികൾ, വാച്ച്, ഇന്ന് കാണുന്ന ഇതെല്ലാം മനുഷ്യന്റെ സത്യാന്വേഷണത്തിന്റെ കൂടുതൽ പുതിയ സത്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മനുഷ്യൻ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവൻ. മനസ്സിലായോ? ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങളെ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന ഈ മൈക്ക് കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ്. നിങ്ങൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കണം, ശാസ്ത്രബോധമുണ്ടാവണം. ശാസ്ത്രം പഠിച്ചാ പോരാ. നിങ്ങൾ എങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്? പാമ്പ് വിഴുങ്ങിയിട്ടാണോ? പഠിപ്പിച്ചോ? സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ചന്ദ്രന്റെ മറവ് കൊണ്ട് കാണാതാവുന്നതാണ്. എങ്ങനെയാ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്? ചന്ദ്രഗ്രഹണം എങ്ങനെയാ ഉണ്ടാവുന്നത്? ഭൂമിയുടെ മേലിൽ ചന്ദ്രനിൽ പതിയുന്നതാണ്, അല്ലേ? ഇതല്ലേ നിങ്ങൾ സ്കൂൾ പഠിപ്പിച്ച? അല്ലാതെ രാഹു വിഴുങ്ങിയിട്ടല്ലല്ലോ.
എന്നിട്ടും നിങ്ങളുടെ വീട്ടിലെ സകല കലണ്ടറിലും രാഹുകാലമുണ്ട്, ഗുളികകാലമുണ്ട്. ഇല്ലേ? ഗുളികകാലം സത്യമാണ്. ഗുളികകാലം സത്യമാണ്. രാവിലെ 1, ഉച്ചക്കര, രാത്രി 2 ഗുളിക കഴിക്കുന്ന കാലം. അല്ലാതെ ഒരു ഗുളികനും രാഹു ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല മക്കളെ. രാഹുകാലം നോക്കിയിട്ട് ഇവിടുത്തെ അധ്യാപകരെല്ലാം പഠിപ്പിച്ചത് ചന്ദ്രഗ്രഹണോ സൂര്യഗ്രഹണോ ഉണ്ടാകുന്നത് പാമ്പ് വിഴുങ്ങിയിട്ടാന്നല്ല. എന്നിട്ട് ഇവിടുത്തെ മാഷന്മാരുടെ മക്കളുടെ കല്യാണത്തിൽ രാഹുകാലം നോക്കാതെ വിവാഹം കഴിച്ച ആളുകൾ വളരെ അപൂർവമായിരിക്കും. ഇതാ പറയുന്നത്, നമ്മള് നന്നാവില്ല. ദൈവത്തിൽ വിശ്വസിച്ചോ, അന്ധവിശ്വാസികളാവല്ല. ശാസ്ത്രബോധം വേണം, സാമൂഹ്യബോധം വേണം, പ്രകൃതി സ്നേഹം വേണം. ഇതെല്ലാം ചേരുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അല്ലാതെ കുറെ മാർക്ക് പരീക്ഷ എഴുതിയിട്ട് A+ വാങ്ങലല്ല. മനസ്സിലായോ? ഇതെല്ലാം ചേരണം. അതിനു വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് പോവുക, പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണരുത്. നല്ല പരുക്കനാണ് ഈ ലോകം, പക്ഷെ ആരാമങ്ങളുമുണ്ട് ഇവിടെ, പൂന്തോട്ടങ്ങളുണ്ട് ഇവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരിയാണ്. നിങ്ങൾ ഈ നൂറനാട്ടുകാർ എത്ര ആളുകൾ കണിമോളുടെ കവിത വായിച്ചവരൊന്ന് കൈവക്കൂ. നൂറനാട്ടുകാർ കണിമോളുടെ കവിത വായിച്ച എത്ര ആളുണ്ട്? ഒന്ന് കൈവക്കൂ. ഇല്ല. അതിനൊരു കവിയുള്ള അറിയോ നിങ്ങൾ? ഇല്ല. അതിനൊരു കവി ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അറിയുമോ? ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അറിയുമോ? നിങ്ങൾ പ്ലസ് അല്ലെന്ന് മനസ്സിലായോ? പ്ലസ് അല്ലെന്ന് മനസ്സിലായോ? അതുകൊണ്ട് കവിത ചൊല്ലണം, കഥ വായിക്കണം. ബിരിയാണി തിന്നാ പോരാ, ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അത് വായിക്കണം കേട്ടോ. തോറും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് രാമനെ കുറ്റം പറയലല്ല, രാമനെ സ്തുതിക്കലായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ഓരോ വരിയിലും ഈ രായും മായും കൂട്ടിവെച്ചിട്ടുണ്ട്, യായും നായും കൂട്ടിവെച്ചിട്ടുണ്ട്, അറിയുമോ? ഈ അധ്യാത്മരാമായണത്തിൽ എല്ലാ ഈരടിയിലും ഒരൊറ്റ ഈരടി ഒഴിച്ച് മറ്റെല്ലാ ഈരടിയിലും രായുണ്ട്, മായുണ്ട്, യായുണ്ട്, നായുണ്ട്. ഏതെങ്കിലും ഒരക്ഷരം ഇല്ലാത്ത ഒരു ഈരടിയില്ല. ഈ 4 അക്ഷരങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു ഈരടിയും രാമായണത്തിൽ ഇല്ല. ഒന്നുണ്ട്, ഒന്ന് കുറവ്. ആ ഈരടി ഏതാന്നറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. രാന്നോ മാ എന്നോ യാന്നോ നാന്നോ അക്ഷരമില്ലാത്ത ഒറ്റൊരു ഈരടിയുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാ. ആർക്കെങ്കിലും അറിയാവോ? ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ എന്ന ഈരടിയിൽ ഒഴിച്ച് മറ്റു മുഴുവൻ ഈരടിയിലും ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരമുണ്ട്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ രാമായണം എന്ന് പറയുന്നത് എന്താണ്? കേവലം രാമന്റെയും സീതയുടെയും കഥയല്ല, കേവലം ഒരു ആധ്യാത്മിക ദർശനങ്ങൾ, ഫിലോസഫികൾ പറയുന്ന ഒരു കാവ്യമല്ല. രാമായണത്തിൽ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം അതിന്റെ ശില്പഭദ്രമായ കഥാപാഠമാണ്. ഇത്രയും മനോഹരമായ ഒരു കഥ നിങ്ങൾ അറിയണം. ഒരുപാട് കഥകൾ എഴുതി തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന ഒരുപാട് കഥകൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഘടന മനസ്സിലാക്കിയ കാഥികന്മാരൊന്നും അല്ലല്ലോ രാമായണം എഴുതിയത്, ആദ്യം തന്നെ എഴുതിയതാ. എന്നാൽ ആ ആദ്യം തന്നെ എഴുതിയ കഥക്ക് ഇത്രയും ശില്പഭദ്രമായിരിക്കുന്ന ഒരു കഥ, ഇത്രയും മനോഹരമായ പരിണാമഗുപ്തി, ഇത്രയും മനോഹരമായ സംഘർഷാത്മകത. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. എന്താണ് ഈ 6 എന്താണ് ഈ 6? ഈ 6 ബാലകാന്ഡം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഷ്കളങ്കമായിരിക്കുന്ന അവസ്ഥയാണ്. നിഷ്കളങ്കമായിരിക്കുന്ന പ്രകൃതിയോടൊത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പഠന പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ പഠനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോ വെറുപ്പില്ലാതെ ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ് അയോധ്യാകാന്ഡം. ആ കാണ്ഡത്തിൽ യുദ്ധമരുത്, അയോധ്യ എന്ന് പറയുന്നത് യുദ്ധമരുതാത്തത് എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യുദ്ധമരുതാത്തിടം എന്നാണ്. യുദ്ധമില്ലാതെ വെറുപ്പില്ലാതെ സകല ചരാചരങ്ങളോടും സ്നേഹിക്കുന്ന കാണ്ഡമാണ് അയോധ്യാകാന്ഡം. മൂന്നാമത്തത് എന്താ? ആരണ്യകാന്ഡം. പ്രകൃതിയോടൊത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ പ്രകൃതിയുടെ ആ മഹാകാനനത്തിലേക്ക് യാത്ര ചെയ്തിട്ട്
അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ട് ജീവിതത്തെ രൂപപ്പെടുത്താൻ മനുഷ്യൻ പഠിക്കണം. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കണം എന്നർത്ഥം. പ്രകൃതിയെ വെറുക്കരുത്. പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ പഠിക്കുന്ന കാണ്ഡമാണ് ആരണ്യകാന്ഡം. അത് കഴിയുമ്പോഴേക്ക് മനുഷ്യന്റെ ഉള്ളിൽ കൗമാരത്തിന്റെയും ജീവിതത്തിന്റെയും സന്ത്രാസങ്ങൾ ഒത്തുചേരുമ്പോ ഒരു വാനരത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു കുരങ്ങനില്ലേ? നമ്മൾ ചിലപ്പോ നമ്മൾ തന്നെ തോന്നാറില്ലേ നമ്മളെ പറ്റിയിട്ട് ഞാനെന്തെല്ലാം കളിക്കുന്നപ്പാ? ഒരു കുരങ്ങത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതാ കിഷ്കിന്ധാകാന്ഡം. വാനരത്വം, ആ വാനരന്മാരുടെ ചാബല്യങ്ങൾ, ആ ചാബല്യങ്ങളിൽ അത് തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ ഭാര്യയാക്കി വെക്കുക, ജ്യേഷ്ഠനെ കൊന്നതിന് ശേഷം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ ഭാര്യയാക്കി വെക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഒരു വിധത്തിലുള്ള നിയമവും വ്യവസ്ഥയൊന്നുമില്ലാതെ ഒരു കൊരങ്ങത്വമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ കൊരങ്ങത്വത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ സൗന്ദര്യബോധത്തിന്റെ ഒരു കാണ്ഡമുണ്ടാവണം. ആ സൗന്ദര്യബോധത്തിന്റെ കാണ്ഡമാണ് സുന്ദരകാന്ഡം. സൗന്ദര്യബോധത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ഈ ഭൂമിയിൽ അയച്ചത്. നിങ്ങൾ നോക്കൂ, ഈ രാമായണം എന്ന കാവ്യം ഒരു സുന്ദര കാവ്യമല്ലേ? മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് രാമായണത്തെ കുറിച്ച് കാവ്യം എഴുതാനോ പാട്ടുപാടാനോ ആർക്കും കഴിഞ്ഞിരുന്നോ? പണ്ടും വണ്ടുകൾ മുളകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കാറ്റത്ത് ഊതാറുണ്ടായിരുന്നു. പക്ഷേ ആ ഊതുന്ന ആ പാട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആരും പാട്ട് ആസ്വദിച്ചിട്ടില്ല, പാട്ടുപാടിയിട്ടില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനും തീർത്തവളും ഉണ്ടാകുന്നത്. ഇല്ലേ? സൗന്ദര്യബോധം. പുഷ്പങ്ങളുണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷമല്ലല്ലോ. മനുഷ്യനുണ്ടാകുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു.